കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ പുല്ലുപാറയ്ക്ക് സമീപം രണ്ടിടങ്ങളിലാണ് ക്രാഷ് ബാരിയറിന് ഒപ്പം റോഡിന്റെ തിട്ട കൂടി ഇടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. വാഹനാപകടങ്ങൾ പതിവായതിനെ തുടർന്ന് പുല്ലുപാറ ജംഗ്ഷന് സമീപത്തുള്ള രണ്ടിടങ്ങളിലെ കൊടുംവളവുകളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരുന്നു. തുടരെയുള്ള വാഹന അപകടങ്ങളെ തുടർന്ന് തകർന്ന ക്രാഷ് ബാരിയറുകൾക്ക് പകരം പുതിയ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചു. എന്നാൽ ഇത് സ്ഥാപിച്ചതിന് പിന്നാലുണ്ടായ വാഹനാപകടത്തിൽ പുതിയതായി സ്ഥാപിച്ച ക്രാഷ് ബാരിയറിനോട് ഒപ്പം റോഡിന്റെ തിട്ടയും കൂടി ഇടിഞ്ഞ കൊക്കയിലേക്ക് പതിച്ച അവസ്ഥയിലാണ്. യാതൊരു ഉറപ്പുമില്ലാതെ തിട്ടയുടെ മുകളിലാണ് ക്രാഷ് ബാരിയറുകളുടെ തൂണുകൾ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ചെറുതായി വാഹനമൊന്ന് തട്ടിയപ്പോൾ തന്നെ ക്രാഷ് ബാരിയർ ഇളകി മാറിയതിനോടൊപ്പം റോഡിന്റെ വശം കൂടി ഇടിഞ്ഞ് താഴ്ന്നു. പേരിന് എന്നോണമാണ് ഇവിടെ ക്രാഷ് ബാരിയറുകളുടെ തൂണുകൾ മണ്ണിൽ ഉറപ്പിച്ചിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ചാൽ റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം കുത്തിയൊലിച്ച് റോഡ് ഇടിയുവാനുള്ള സാധ്യതയും ഏറെയാണ്. മാത്രമല്ല രണ്ടിടങ്ങളിലും കൊടും വളവിനോട് ചേർന്നാണ് ക്രാഷ് ബാരിയറുകൾ തകർന്നിരിക്കുന്നത്. ഇനിയൊരു വാഹനം നിയന്ത്രണം വിട്ടാൽ ഇത് കൊക്കയിലേക്ക് നേരിട്ട് പതിക്കും. നിരവധി തവണ ദേശീയപാത വിഭാഗം അധികാരികളെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ എയോട് പറഞ്ഞിട്ട് അവിടുന്ന് വന്ന് രണ്ടാമത് എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം കൂടെ വെച്ചു. അതും കൂടെ പറഞ്ഞ് താഴെ കിടക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കിടക്കുന്നത്. അത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഫണ്ടില്ല, ഫണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ പറയുന്നത്? പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു, അവരും വന്ന് നോക്കി, അവരും അതിൻ്റെ നടപടിയൊക്കെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അവർ വിളിച്ച് ചോദിച്ചപ്പോൾ അവരോടും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നോക്കാം, ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം മാസങ്ങളായ സംഭവമാണ്. അവിടെ ഇപ്പം താഴത്തെ സ്ഥലത്താണെങ്കിൽ ഇപ്പം 3 പ്രാവശ്യത്തെ വണ്ടി താഴെ പോയി. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ആളപകടം ഉണ്ടായിട്ടില്ല മാത്രമേ ഉള്ളൂ. വണ്ടി നിശേഷം തകർന്നു പോയി അവിടെ. അതാണ് അവിടുത്തെ അവസ്ഥ. ഇതെല്ലാം പരാതികൾ ഇപ്പോഴും പറയുന്നതല്ലാതെ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. അടിയന്തരമായിട്ട് അതിനെന്തെങ്കിലും നടപടി ഉണ്ടായേ പറ്റുള്ളൂ. നിലവിൽ ഇവിടെ ആകെയുള്ള സുരക്ഷാ ക്രമീകരണം ടാറിംഗ് വിപിയും വലിച്ചു കെട്ടിയ റിബണുമാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.